എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ കേട്ടോ മോളെ മൈലാഞ്ചിയൊക്കെ നല്ല ചോന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു 6 മണിയായപ്പോൾ കിച്ചണിൽ കയറിയിരുന്നു. ആദ്യം തന്നെ ചോറിന് ഞാൻ തീയൊക്കെ പിടിപ്പിച്ച് വെച്ചിരുന്നു. പിന്നെ ഇത് ഇന്നലെ രാത്രി തന്നെ നമ്മൾ ആക്കി വെച്ച ബീഫാണ്. അപ്പോൾ അതൊന്ന് ഇനി തൂമിച്ചങ്ങാണ്ട് അങ്ങോട്ട് ചൂടാക്കിയാൽ കറി റെഡിയാവും. പിന്നെ ഞാനിതാ രാവിലെ തിന്നാൻ വേണ്ടിയിട്ടിരുന്നല്ലോ കുഴിക്കട്ട ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് സ്റ്റോർ റൂമിലിരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റോർ റൂമിലിരുന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഉറുമ്പൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ ഒരു കഷ്ണം അങ്ങനെ മുറിച്ച് നോക്കിയതാണ് വെന്തിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ച് ഞാനും മോന് ഞങ്ങളെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്, എൻ്റെ ഒപ്പം എണീറ്റ് വരും. അപ്പോൾ പെരുന്നാൾക്കും അവന് പതിവ് തെറ്റിച്ചിട്ടൊന്നുമില്ല. അവനക്ക് പിന്നെ കൊഴുക്കട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, ഭൂരി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ദോശയൊക്കെ ആണെങ്കിൽ കൊടുക്കലുണ്ട്. അപ്പോൾ അവനക്ക് ഞാൻ ലേശം കുറുക്കുണ്ടാക്കിയിട്ട് ധാന്യക്കൂട്ടുണ്ടായിരുന്നു അവനക്ക് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് അവനക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. എന്നാലും എങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കും പണ്ടേൽ. പിന്നെ അത് അവനെ കുളിപ്പിച്ചൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിരുന്നിട്ട് ആദ്യം തന്നെ മേത്തൊക്കെ ഒരു 10 മിനിറ്റ് എണ്ണയൊക്കെ തേച്ച് ഇതാക്കിയിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ പെങ്ങൾ തന്നെയാണ് മാറ്റി കൊടുക്കണം കേട്ടോ. അധികം അവൾ വീട്ടിലുണ്ടെങ്കിൽ കുളിപ്പിച്ചെടുക്കാൻ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും, മാറ്റാൻ ഞാൻ അവളെ തന്നെയാണ് ഏൽപ്പിക്കൽ. അപ്പോൾ പെരുന്നാളായിട്ടും അവളെ തന്നെ ഏൽപ്പിച്ചിട്ട് അപ്പോൾ ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു. മാറ്റി കൊടുക്കാനുള്ള കുറച്ച് പണിയുണ്ട് കേട്ടോ. അവന് നല്ലപോലെ നിന്നിരുന്നില്ല, ഒന്നും ചെയ്ത് കൊടുക്കാൻ കിടന്നിട്ട് ഇങ്ങനെ പാഞ്ഞ് കളിക്കും. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പെരുന്നാളായാലും എല്ലാവർക്കും പെരുന്നാൾ പൈസ കൊടുക്കും കേട്ടോ, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ മോനും വാങ്ങിച്ച് മോളുമൊക്കെ പെരുന്നാൾ പൈസ വാങ്ങി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബീഫ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ ചോറ് തിന്നാൻ നേരത്തെ. അപ്പോൾ ചൂടോട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ കൂടി ചതച്ചെടുക്കുക ചെയ്തിട്ട് തോലോടുക്കെ വെളുത്തുള്ളിയൊക്കെ തോലോടുക്ക തന്നെ ചതച്ചെടുത്തിട്ട് വലിയ ഉള്ളിയും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് വാട്ടി കൊടുത്തിട്ടുള്ളൂ, ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ബീഫിൽ പിന്നെ നമ്മൾ മസാല ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പിന്നെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളകും ഗരം മസാല ഒക്കെ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നല്ല പേസ്റ്റാക്കി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും ചേർത്ത് കൊടുത്ത്. പിന്നെ ഗരം മസാല കുരുമുളകൊന്നും ചേർത്തതൊന്നും ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. വേഗം ചോറുള്ള തിരക്കിൽ അങ്ങനെ ബീഫൊക്കെ ആയിട്ട് പിന്നെ അതാ കറികളൊക്കെ പിന്നെ ഇന്നലെ തന്നെ ആക്കി വെച്ചതാണല്ലോ, വെള്ളക്കറിയും രസവും ഒക്കെ ഉപ്പേരി